അല്ലയോ വാസുദേവ, സാത്വികപരമായ കർമ്മങ്ങൾ എന്നാൽ എന്താണ്? കേട്ടുകൊള്ളൂ പാർത്ഥ. സാത്വികപരമായ കർമ്മങ്ങൾ എന്നാൽ ഈശ്വര ചിന്തയോടുകൂടെയും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും എപ്പോഴും ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് സാത്വിക കർമ്മം ചെയ്യുന്നവൻ. അവൻ സസ്യാഹാരം ശീലമാക്കുകയും എല്ലാവരിലും ഭഗവാനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവനുമായിരിക്കും. അവനെപ്പോഴും ധർമ്മഗ്രന്ഥങ്ങൾ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനായിരിക്കും. അവൻ എപ്പോഴും ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഭഗവാനാണ് ഏക ആശ്രയമെന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്നവനായിരിക്കും. അങ്ങനെയുള്ള ആളാണ് സാത്വിക ഗുണമുള്ള ആളുകൾ. അവർക്ക് കാമമോ ക്രോധമോ ഒന്നുമില്ലാതെ എപ്പോഴും ഭഗവാന്റെ സ്മരണയിൽ ജീവിക്കുന്നവരായിരിക്കും. അവൻ്റെ മനസ്സിലെപ്പോഴും ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ചിന്തകളുമായിരിക്കും. അവൻ അങ്ങനെ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവന് ഭഗവാന്റെ ആശ്രയം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഭക്തനായിത്തീരുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. യഥാർത്ഥ ഭക്തി എന്നാൽ ഭഗവാനോടുള്ള അഗമ്യമായ സ്നേഹമാണ്. അതിലൂടെ മാത്രമേ ഭഗവാനിലെത്തപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചിത്തശുദ്ധി വരുത്തിക്കൊണ്ട് മന്ത്രജപത്തോടുകൂടെയും സാധനകളോടുകൂടെയും എപ്പോഴും ഭഗവാനിൽ ഉറച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവരുടെ കൂടെ ഭഗവാന്റെ അംശം എപ്പോഴും ഉണ്ടാകുന്നതാണ്.